ജോൺ പേടിച്ച് ദേവാലയത്തിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അദ്ദേഹം ഓടുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ആത്മാവ് പിന്നാലെ തന്നെ വരുന്നുണ്ട്. ജോൺ പെട്ടെന്ന് ഒരാളുടെ ദേഹത്ത് ഇടിച്ച് താഴെ വീഴുന്നു. ജോൺ വേഗം തന്നെ എഴുന്നേറ്റ് ആ വ്യക്തിയുടെ പിന്നിൽ ചെന്ന് നിന്ന് രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ആത്മാവ് ഒരു നിമിഷം അവിടെ നിന്ന് ആ വ്യക്തിയെ ഒന്ന് നോക്കുന്നു. പെട്ടെന്ന് തന്നെ ആത്മാവ് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ആ വ്യക്തി വളരെ എളുപ്പത്തിൽ ഒരു ഭയം പോലും ഇല്ലാതെ ആത്മാവിൻ്റെ കഴുത്തിൽ പിടിച്ചു നിർത്തുന്നു. ഇത് കണ്ട് ജോൺ ആശ്ചര്യത്തോടെ നോക്കുന്നു. ആ ആത്മാവ് അലറി പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ഒരു കില്ലർ സ്മൈലും പേടിയില്ലാത്ത ആ കണ്ണുകളും കണ്ട് ആത്മാവ് പേടിച്ച് മറഞ്ഞു പോകുന്നു. ആത്മാവ് പോയ ഉടനെ തന്നെ ആ വ്യക്തി ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നു. ഇതിനുശേഷം തിരിഞ്ഞ് ജോണിനോട് നീ ആരാ, ആത്മാവ് എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നെല്ലാം ചോദിക്കുന്നതും ജോൺ അതിനൊന്നും മറുപടി പറയാതെ പള്ളിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുന്നു. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. എങ്ങും പ്രകാശം പരന്നു തുടങ്ങുന്നു. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നിടത്തു ചെന്ന് മുട്ടുകുത്തി നിന്ന് ഉറക്കെ അലറിക്കരയുന്നു. അവിടെ പതിയെ പതിയെ നാട്ടുകാർ വന്ന് കൂടാനായി തുടങ്ങുന്നു. ഇത് കണ്ട എല്ലാവരും ഒരേപോലെ പേടിച്ചു ഞെട്ടുന്നു. അവർ പരസ്പരം പറയാനായി തുടങ്ങുന്നു, ഇനി ഇവിടെ ആർക്കും താമസിക്കാനായി കഴിയില്ല, എല്ലാവരും ഈ നാട് വിട്ട് മറ്റേതെങ്കിലും നാട്ടിൽ അഭയം തേടുന്നതാ നല്ലതെന്ന്. അവിടേക്ക് ജോണിനെ രക്ഷിച്ച വ്യക്തി കടന്നുവരുന്നു. നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ ഒരിടത്തും പോകേണ്ടി വരില്ല, ഇവിടെ ഉള്ള ആത്മാവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് നീ ആരാ, ദേവാലയത്തിൻ്റെ അകത്ത് വച്ച ഒരു പുരോഹിതനെ കൊന്നിരിക്കുന്നത്? ഈ കാര്യത്തിൽ നിന്ന് തന്നെ ആത്മാവിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ നാട്ടുകാർ എല്ലാം ചേർന്ന് കുറ്റപ്പെടുത്തുന്നു. അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ജോൺ എഴുന്നേറ്റ് പറയുന്നു, എന്നെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ വ്യക്തിയാണ്. ആത്മാവിന് ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾ ആരാ? എന്തിനാ ഇവിടേക്ക് വന്നത്?